ഫെമിലിയർ ആയിട്ട് കേൾക്കാൻ ചാൻസ് ഉള്ള ഒരു ഡ്രഗ് ആണ് മെക്ലോബെമൈഡ് അല്ലെ. എന്താണ്? ഇറ്റ് ഇസ് ആൻ ആന്റി ഡിപ്രസന്റ് ഡ്രഗ് 5-hydroxytryptamine which is otherwise known as serotonin. മെയിൻ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബയോജനിക് അമീൻസിന്റെ അളവും ഒന്ന് എലിവേറ്റ് ചെയ്യണം. ഈ മാവോ ഇൻഹിബിറ്ററും അതുപോലെ ഇതുപോലുള്ള ചീസ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസും ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ കേസിൽ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാരസിറ്റാമോളിന്റെ ഫാർമക്കോളജി നമ്മൾ വെറും 5 മിനിറ്റ് കൊണ്ട് പഠിച്ചായിരുന്നു അല്ലെ. പാരസിറ്റാമോളിന്റെ മെറ്റബോളിസും അതിന്റെ ടോക്സിസിറ്റിയും നോർമൽ കണ്ടീഷൻസിൽ നടക്കുന്നതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. സോ നമ്മൾ ഇന്നൊരു പുതിയൊരു ഡ്രഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ്? മെക്ലോബെമൈഡ്. ക്ലാസിഫിക്കേഷൻ ഒക്കെ അരച്ച് കലക്കി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഫെമിലിയർ ആയിട്ട് കേൾക്കാൻ ചാൻസ് ഉള്ള ഒരു ഡ്രഗ് ആണ് മെക്ലോബെമൈഡ് അല്ലെ. എന്താണ്? ഇറ്റ് ഇസ് ആൻ ആന്റി ഡിപ്രസന്റ് ഡ്രഗ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ ഭയങ്കര കൂടുതലായിട്ട് സൈലന്റ് ആയിട്ട് എണ്ണം കൂടി വരുന്ന ഒരു കണ്ടീഷൻ ആണ് അല്ലെ ഡിപ്രഷൻ. ഇറ്റ് ഇസ് എൻ അഫക്റ്റീവ് ഡിസോർഡർ. നമ്മുടെ തോട്ട്സിനെയും നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിനെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കണ്ടീഷൻ ആണ് ഡിപ്രഷൻ. സോ ഡിപ്രഷന്റെ മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ഡിപ്രസന്റ് ഡ്രഗ്സ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ക്ലാസിഫിക്കേഷൻ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള അതായത് ഇമ്പോർട്ടന്റ് ആണ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ ഇൻ ഫാർമക്കോളജി ഏതാണ്? ആന്റി ഡിപ്രസൻസ് ആണ്. ഓക്കെ, സോ അതിനകത്ത് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ് ഉണ്ട്, മോണോഅമിനോ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് വരുന്നുണ്ട്, സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. സോ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് കാറ്റഗറീസ് അതിനകത്ത് വരുന്നുണ്ട്. സോ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മെക്ലോബെമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗിനെ കുറിച്ചിട്ടാണ്. ഇറ്റ് ഇസ് എ മാവോ ഇൻഹിബിറ്റർ ഡ്രഗ്. മാവോ ഇൻഹിബിറ്റർ ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് മാവോ എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലെ. മാവോ എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോ അമിനോ ഓക്സിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് മാവോ. ഓക്കെ, സോ ഈ എൻസൈം എന്ന് പറഞ്ഞാൽ ഒരു മൈറ്റോകോൺഡ്രിയൽ എൻസൈം ആണ്. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്? നമ്മുടെ ബയോജനിക് അമീൻസ് ഉണ്ട്, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ. സോ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബയോജനിക് അമീൻസിന്റെയും ഓക്സിഡേറ്റീവ് ഡിഅമിനേഷൻ നടത്തുന്ന ഒരു എൻസൈം ആണ്, ഒരു മൈറ്റോകോൺഡ്രിയൽ എൻസൈം ആണ് ആര്? മോണോ അമിനോ ഓക്സിഡേസ്. സോ ഇത് രണ്ട് ഫോംസിൽ അവൈലബിൾ ആണ്. ഏതാണ്? മാവോ എ ആൻഡ് മാവോ ബി. അപ്പൊ നമ്മുടെ ഡ്രഗ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ മാവോ എ ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, സോ മാവോ എയും മാവോ ബിയും ഉണ്ട്. സോ രണ്ട് എൻസൈംസിന്റെയും ആക്ഷൻ നമുക്കൊന്ന് നോക്കാം. മാവോ എ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മെയിൻ ആയിട്ടും നടത്തുന്നത് ആരുടെ ഡിഅമിനേഷൻ ആണ്? 5-hydroxytryptamine which is otherwise known as serotonin. സെറോട്ടോണിന്റെയും നോർ അഡ്രിനാലിന്റെ ഒക്കെ ഓക്സിഡേറ്റീവ് ഡിഅമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് മാവോ എ, ദാറ്റ് ഇസ് മോണോ അമീൻ ഓക്സിഡേസ് എ. ഓക്കെ, ഇനി മാവോ ബി എന്താണ്? ഫിനൈൽ ഈഥൈൽ അമീൻ. ഫിനൈൽ ഈഥൈൽ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഫ്രം ദ അമിനോ ആസിഡ് ഫിനൈൽ അലാനിൻ. ഫിനൈൽ അലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിൽ നിന്ന് സിന്തസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബയോജനിക് അമീൻ ആണ് ഫിനൈൽ ഈഥൈൽ അമീൻ. സോ ആ ഒരു റിയാക്ഷൻ, ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആരാണ്? എൽ അമിനോ ആസിഡ് ഡീകാർബോക്സിലേസ്. ഓക്കെ, എൽ അമിനോ ആസിഡ് ഡീകാർബോക്സിലേസിന്റെ പ്രസൻസിൽ ഫിനൈൽ അലാനിൻ ഫിനൈൽ ഈഥൈൽ അമീൻ ആയിട്ട് മാറും. അത് മെയിൻ ആയിട്ടും സോ അത് ആ ഒരു പെർട്ടിക്കുലർ ബയോജനിക് അമീന്റെ ഓക്സിഡേറ്റീവ് ഡിഅമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് മാവോ ബി. ഓക്കെ, സോ നമ്മുടെ ഡ്രഗ് ഏതാണ്? മെക്ലോബെമൈഡ്. മെക്ലോബെമൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെലക്റ്റീവ് മാവോ എ ഇൻഹിബിറ്റർ. മാവോ എ ഇൻഹിബിറ്റർ ഡ്രഗ് ആണ്. ഓക്കെ, സോ മാവോ ഇപ്പൊ ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അതിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണല്ലേ. അതായത് എന്താണ്? ഈ ബയോജനിക് അമീൻസിന്റെ ഓക്സിഡേറ്റീവ് ഡിഅമിനേഷൻ അവിടെ നടക്കത്തില്ല. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവ് കൂടും. അത് മെറ്റബോളൈസ് ചെയ്ത് പോകുന്നില്ല, അതിന്റെ അളവ് കൂടും. അതായത് ഇതിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഈ ഡിപ്രഷൻ പോലുള്ള ആ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സാഡ് തോട്ട്സ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബയോജനിക് അമീൻസിന്റെ അളവും ഒന്ന് എലിവേറ്റ് ചെയ്യണം. എലിവേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൂഡിനെ കൂടി എലിവേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആന്റി ഡിപ്രസീവ് ആക്ഷൻ കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഡ്രഗ് എന്താ ചെയ്യുന്നത്? മാവോ എ എൻസൈമിനെ ചെന്നിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ എന്താണ്? ഇറ്റ് പ്രിവെന്റ്സ് ദി ഓക്സിഡേറ്റീവ് ഡിഅമിനേഷൻ ഓഫ് ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പൊ ഇതിന്റെ ഓക്സിഡേറ്റീവ് ഡിഅമിനേഷൻ അവിടെ നടക്കത്തില്ല. അങ്ങനെ നമുക്ക് ആന്റി ഡിപ്രസന്റ് ആക്ഷൻ കിട്ടും. ഓക്കെ, അടുത്തത് ഇതിന്റെ ബ്രാൻഡ് നെയിംസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അമീറ, ഒറോറിക്സ്, അതുപോലെ ക്ലോബെമിക്സ്, ഡെനിൽ, മാനറിക്സ് ആൻഡ് മോറെക്സ്. ഈ പറഞ്ഞിട്ടുള്ളതാണ് കോമൺ ആയിട്ടുള്ള നമ്മുടെ മെക്ലോബെമൈഡിന്റെ ബ്രാൻഡ് നെയിംസ്. ഓക്കെ,
നെക്സ്റ്റ് ഇറ്റ് ഇസ് എ റിവേഴ്സിബിൾ ആൻഡ് സെലക്റ്റീവ് മാവോ ഇൻഹിബിറ്റർ. സെലക്റ്റീവ് ആണ്, സ്പെസിഫിക് ആയിട്ട് മാവോ എനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്നത് റിവേഴ്സിബിൾ ആണ്. കാരണം എഫക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് ചെയ്തെടുക്കാം. അതുപോലെ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ സോഷ്യൽ ഫോബിയ. സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞ കണ്ടീഷന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് മെക്ലോബെമൈഡ്. അത് കൂടാതെ തന്നെ വേറൊരു അഡീഷണൽ ബെനിഫിറ്റ് എന്താണ്, നമ്മുടെ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസിന് കുറെ ആഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്. എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ആന്റി കോളിനർജിക് എഫക്ട്സ് വരുന്നുണ്ട്, സെഡേറ്റീവ് എഫക്ട്സ് ഉണ്ട്, കോഗ്നേറ്റീവ് ആൻഡ് സൈക്കോമോട്ടർ ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റം റിലേറ്റഡ് അഡ്വേഴ്സ് എഫക്ട്സ് കാണിക്കുന്നുണ്ട് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ്. സോ ആ പറഞ്ഞ ഒരു എഫക്റ്റും ആര് കാണിക്കത്തില്ല, നമ്മുടെ മാവോയെ ഇൻഹിബിറ്റർ ഡ്രഗ് ആയിട്ടുള്ള മെക്ലോബെമൈഡ് അല്ലെങ്കിൽ ജനറലി മാവോയെ ഇൻഹിബിറ്റേഴ്സ് ഒന്നും കാണിക്കത്തില്ല. ഇനി മാവോയെ ഇൻഹിബിറ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ചീസ് റിയാക്ഷൻ അല്ലെ. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ആണ് ചീസ് റിയാക്ഷൻ. എന്താണ് അത് ഞാൻ പറഞ്ഞുതരാം. നോർമലി നമ്മൾ ഈ ചീസ്, അതുപോലെ വൈൻ, പിക്കിൾഡ് മീറ്റ്, പിക്കിൾഡ് ഫിഷസ്, ബിയർ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ടൈറമിൻ. ഓക്കെ, സോ ഒരു ഡ്രഗ്സും കഴിക്കാതിരിക്കുന്ന കേസിൽ നമ്മൾ ഈ ചീസോ അല്ലെങ്കിൽ ബിയറോ വൈനോ അല്ലെങ്കിൽ ഈ പിക്കിൾഡ് മീറ്റോ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലേക്ക് ടൈറമിൻ ചെല്ലും. ഓക്കെ, അതേസമയം ഈ ഒരു മാവോ എ ഇൻഹിബിറ്റർ കഴിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ, അതായത് ഈ മാവോ എ എന്ന് പറഞ്ഞ എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടൈറമിന്റെ മെറ്റബോളിസത്തിന്, അതായത് ടൈറമിനെ മെറ്റബോളൈസ് ചെയ്ത് കളയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ആര് കൂടത്തില്ല, ടൈറമിൻ കൂടത്തില്ല. സോ ടൈറമിൻ കൂടാതെ നോർമലി എന്താവുന്നുണ്ട്, ഇത് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ മാവോ എ ഇൻഹിബിറ്റർ അല്ലെങ്കിൽ ആന്റി ഡിപ്രസൻ ഡ്രഗ് കഴിക്കുന്ന ഒരു പേഷ്യന്റിന്റെ കേസിൽ, ഈ മെക്ലോബെമൈഡ് പോലെയുള്ള ഒരു മാവോ ഇൻഹിബിറ്റർ കഴിക്കുന്ന ഒരു പേഷ്യന്റിന്റെ കേസിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഈ ഒരു ഡ്രഗ് കഴിക്കുന്നുണ്ട്, ഞാൻ ഈ ഡ്രഗ് കഴിക്കുന്ന കൂടെ ഞാൻ ഭയങ്കരമായിട്ട് എന്താണ് ഈ ചീസ്, അതുപോലെ വൈൻ, അതുപോലെ പിക്കിൾഡ് മീറ്റ് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൺസ്യൂം ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും എന്താണ്, എന്റെ ബോഡിയിലേക്ക് പോകുന്ന ടൈറമിനെ മെറ്റബോളൈസ് ചെയ്യാനായിട്ട് എന്റെ ബോഡിയിൽ ആരില്ല, മോണോഅമിനോ ഓക്സിഡേസ് എൻസൈം ഇല്ല. കാരണം മാവോയെ ഇൻഹിബിറ്റഡ് ഡ്രഗ് ആണ് കഴിക്കുന്നത്. സോ ആ എൻസൈമിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുക, എന്റെ ബോഡിയിൽ, എന്റെ ബ്ലഡിൽ ഈ ടൈറമിന്റെ അളവ് കൂടും. ആൻഡ് ദിസ് ടൈറമിൻ എൻറ്റേഴ്സ് ദ നെർവ് ടെർമിനൽ ത്രൂ നോർ എപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടർ, NET. ആ നോർ എപ്പിനെഫ്രിൻ ട്രാൻസ്പോർട്ടറിന്റെ ഹെൽപ്പോട് കൂടി ഇത് നെർവ് ടെർമിനലിലേക്ക് എൻറ്റർ ചെയ്യുന്നു. അതിനകത്തുള്ള സ്റ്റോറേജ് വെസിക്കിൾസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള നോർ എപ്പിനെഫ്രിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് എ പവർഫുൾ വാസോ കൺസ്ട്രിക്ടർ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ മാവോ ഇൻഹിബിറ്ററും അതുപോലെ ഇതുപോലുള്ള ചീസ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസും ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ കേസിൽ സിവിയർ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ്. ആ സിവിയർ ഹൈപ്പർടെൻസീവ് ക്രൈസിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചീസ് റിയാക്ഷൻ. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ചീസ് റിയാക്ഷൻ. അത് നടത്തുന്നത് ആരാണ്, മാവോ എ ഇൻഹിബിറ്റർ ആൻഡ് ടൈറമിൻ. ഓക്കെ, സോ അതാണ് മെക്ലോബെമൈഡിനെ പറ്റി പറയാനുള്ള വേറൊരു പോയിന്റ്. സോ മെക്ലോബെമൈഡ് എന്താണ്, അതിന്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് എക്സാം ബേസ്ഡ് പോയിന്റ് ആയിട്ടുള്ള ചീസ് റിയാക്ഷനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ഡ്രഗിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. അതുവരെ ബൈ. ഓക്കെ, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.